BCCIക്കും താഴെയാണോ ICC? ഇത് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു രസകരമായ ഒരു കമൻ്റായി എനിക്ക് തോന്നി. കഴിഞ്ഞ ദിവസം ചാമ്പ്യൻസ് ട്രോഫി ഹൈബ്രിഡ് മോഡലിൽ നടത്തുവാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് സമ്മതമറിയിച്ചു എന്നാണ് പല ദേശീയ മാധ്യമങ്ങളും അന്താരാഷ്ട്ര ക്രിക്കറ്റ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സീക്ക് സ്പോർട്സ്. വീഡിയോയിലെ തെറ്റുകളും കുറവുകളും ഉണ്ടാകും. അതൊക്കെ ക്ഷമിച്ച് കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ICC നിർണായക യോഗം ചേർന്നിരുന്നുവെങ്കിലും പാക് ക്രിക്കറ്റ് ബോർഡിൻ്റെ കടുത്ത എതിർപ്പിനെ തുടർന്ന് ആദ്യം തീരുമാനമാകാതെ പിരിയുകയാണ് ഉണ്ടായത്. പിന്നീട് പാകിസ്ഥാൻ ഒഴികെ എല്ലാ അംഗരാജ്യങ്ങളും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തതോടെ പാകിസ്ഥാന് വേറെ വഴിയില്ല എന്നതായി. പാകിസ്ഥാൻ ഇന്ത്യൻ നിർദ്ദേശം ഹൈബ്രിഡ് മോഡലിൽ മറ്റൊരു രാജ്യത്ത് വെച്ച് ഇന്ത്യൻ മത്സരങ്ങൾ നടത്താൻ അംഗീകരിച്ചു എന്നാണ് റിപ്പോർട്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റിന് മുൻപിൽ ഉപാധികൾ മുന്നോട്ട് വെച്ചാണ് പാകിസ്ഥാൻ ഹൈബ്രിഡ് മോഡലിനെ സമ്മതിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ വെച്ച് നടക്കും. ഫൈനലുകൾക്ക് ഇന്ത്യ യോഗ്യത നേടിയാൽ മാത്രം മത്സരങ്ങൾ ദുബായിൽ നടക്കും. എന്നാൽ ഫൈനൽ മത്സരങ്ങൾ ഇന്ത്യ യോഗ്യത നേടിയില്ലെങ്കിൽ ആ മത്സരങ്ങളുടെ വേദി പാകിസ്ഥാൻ തന്നെയാകണമെന്നാണ് PCB മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉപാധി. കൂടാതെ 2031 വരെ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ ICC ടൂർണമെൻറ്റുകളും ഹൈബ്രിഡ് മോഡലിൽ നടത്തണമെന്നാണ് പാകിസ്ഥാൻ്റെ രണ്ടാമത്തെ ആവശ്യം. 2026 T20 ലോകകപ്പിൽ ശ്രീലങ്കയ്ക്കൊപ്പവും 2031 ഏകദിന ലോകകപ്പിൽ ബംഗ്ലാദേശിനൊപ്പവും ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. കൂടാതെ ഒരു രസകരമായ നിർദ്ദേശവും അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 2025 ICCയുടെ വാർഷിക വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ തുക പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൽ ലഭിക്കണമെന്നാണ് PCBയുടെ ആവശ്യം. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ പാകിസ്ഥാനെതിരായ മത്സരം ഉൾപ്പെടെ ദുബായിലേക്ക് മാറ്റുമ്പോൾ പാകിസ്ഥാൻ ഉണ്ടാകുന്ന വലിയ നഷ്ടം തടയുവാൻ വേണ്ടിയാണ് ഈ ഉപാധിക്ക് പിന്നിലെ കാരണമെന്നാണ് പാക് ക്രിക്കറ്റ് ബോർഡ് വ്യക്തമാക്കുന്നത്.